ചേട്ടാ, രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് ഇപ്പോൾ ചിത്രത്തിലുള്ളത്. ഇപ്പം എഴുത്തുകാരി ശാരദ കുട്ടി ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയുണ്ടായി. അതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള ഒരു വിമർശനം തന്നെയാണ്. അതിൽ കുറച്ച് ഭാഗം ഞാൻ വായിക്കാം. ചുണയുള്ളവർക്കും ധൈര്യമുള്ളവർക്കും അഭിമാനമുള്ളവർക്കും മാത്രം പറഞ്ഞിട്ടുള്ള പണിയാണ് പ്രണയം. അത് പരസ്പര ബഹുമാനത്തിന്റെ ഫലമായി അധിഷ്ഠിതമാണ്. ചതി, വഞ്ചന, കുടിലത, കാര്യലാഭം മുതലായ ഏണിപ്പടികൾ കയറിപ്പോകുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ സ്വഭാവത്തിലെ ദുർബലമായ ആ അണികൾ ഒന്നിളകിയാൽ നടു ഒടിഞ്ഞ് താഴെ വീഴും. പിന്നീട് ഒന്നിളകിയാൽ നടു ഒടിഞ്ഞ് താഴെ വീഴും. പിന്നീട് ഒരിക്കലും കുന്തളിപ്പ് മുന്നേ പോലെ സാധ്യമാവില്ല. അത് ശാരദക്കുട്ടിയുടെ വാക്കുകളാണ്. അതെ, അത് ഒരു ഭാഗം, ഒരു സംഗ്രഹമാണ് ഞാൻ വായിച്ചത് ആ പോസ്റ്റിന്റെ. അല്ല, ശാരദക്കുട്ടി ഈ പറഞ്ഞതില് അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഭാഗം പറയാൻ ഒരു ഭാര്യ പോലും ഇല്ല എന്നൊരു വാക്ക് പറഞ്ഞു. അങ്ങനെ ഒരു പെൺകുട്ടി ജനിക്കാത്തത് ഭാഗ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ലോകമറിയുന്ന ഒരു വലിയ മനുഷ്യനുണ്ട്. നമ്മുടെ പഴയ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ട്, അറിയാലോ, ബിൽ ക്ലിന്റൺ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഒരു മോണിക്കോ ലെവിൻസ്കി എന്ന് പറഞ്ഞൊരു കഥാപാത്രം പിന്നെ അടിവസ്ത്രത്തിൽ ഉള്ള സംഭവം എന്താണ് അതെന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര വിവാദമായിരുന്നു. ഒരു അമേരിക്കൻ പ്രസിഡന്റിനെതിരെ വന്ന ആരോപണം. അന്ന് അദ്ദേഹത്തിന് ഭാഗം ചേർന്ന് സംസാരിക്കാൻ വന്നത് ഹിലാരി ക്ലിന്റൺ ആണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എൻ്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു ഇതുണ്ടായി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ഭാഗം പറയാൻ പോലും ഒരു ഭാര്യയില്ലാത്തവനായ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചാണ് ഇവിടെ ഈ പറയുന്ന എഴുത്തുകാരിയായ ശാരദക്കുട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് നമ്മൾ ഇന്നലെയും ഇന്നും ഒക്കെ ഇവിടെ സംസാരിച്ച മുഖ്യധാര മാധ്യമമായാലും സോഷ്യൽ മീഡിയ ആയാലും ഒരാഴ്ചക്കപ്പുറം ഈ ചർച്ച നീണ്ടുപോകാനുള്ള സാധ്യത ഉണ്ടാവില്ല. കാര്യം ഇത് കേരളമാണ്. കേരളത്തിൽ ഇന്നിപ്പോൾ ഈ വിഷയം വന്നത് കാരണം മൂടി വയ്ക്കപ്പെട്ടവരുണ്ടായിരുന്നു. ഗോവിന്ദന്റെ മകനും ചർച്ചയും. ഗോവിന്ദൻ എന്ത് സന്തോഷത്തിലപ്പം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുന്നത്? തീർച്ചയായിട്ടും അത് ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരുന്നു. അത് ഒരെണ്ണം മൂടി വെച്ചു. പിന്നെ അന്ധമായ രാഷ്ട്രീയ വിരോധം. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അന്ധമായ ഒരു CPM വിരോധമുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ്. എന്തുകൊണ്ട് ഇത്ര കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇതുവരെയുള്ള വാക്കുകളൊക്കെ തന്നെ വളരെ മൂർച്ചയേറിയ വാക്കുകളാണ്. CPM-നെതിരെ ഇപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞ ശേഷമുള്ള ഒരു പത്രസമ്മേളനം അദ്ദേഹത്തിന്റെ വീഡിയോ വെച്ച് നടത്തുമ്പോഴും അദ്ദേഹം CPM-നെതിരെ അപ്പോഴും വളരെ വളരെ കഠിനമായ ഭാഷയിലാണ് വിമർശിക്കുന്നത്. അപ്പൊ അങ്ങനെ രാഹുൽ മാങ്കൂട്ടം അത്ര കണ്ട് ഇവർ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. ഇത് ഈ പറയുന്ന രീതിയിൽ ഒരു രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല ഇവിടെ കുറ്റാരോപിതരായിട്ടുള്ളത്. അല്ല, ഒരുപാട് ഇതേ സ്വഭാവമുള്ള ആളുകളുണ്ട്. ഞാൻ ശാരദക്കുട്ടിയുടെ പോസ്റ്റിലേക്ക് തന്നെ തിരിച്ചു. നമ്മൾ മൊത്തത്തിൽ വായിക്കാൻ നമുക്ക് പരിമിതി ഉള്ളത് കൊണ്ടാണ്. അവൾ ശരിയല്ല, അവൾ ചാറ്റ് ചെയ്യുന്നു, അവൾ രാത്രിയിൽ വിളിക്കുന്നു, അവൾക്ക് എന്നോട് ക്രഷാണ് എന്ന് ഉദ്ഘോഷിക്കുന്ന ആൺകൂട്ടത്തെ ആദ്യമായല്ല കാണുന്നതും സ്നേഹത്തോടെ മെസ്സേജ് അയച്ചാൽ തിരിച്ച് ഹാർട്ട്, റെഡ് നിറത്തിലുള്ള ഹാർട്ട് ഓർ ഹഗ് ഒക്കെ ചെയ്യുന്ന ആളാണ് ഞാനും. നല്ല രീതിയിൽ സംസാരിച്ചെടുക്കുന്നവരോട് അതേ രീതിയിൽ സംസാരിച്ച് സ്നേഹം നിലനിർത്തുന്നത് ഒരു കുറ്റവുമല്ല. സ്നേഹവും പ്രേമവും ആഗ്രഹവും ആസക്തിയും ഒക്കെ മനുഷ്യ സഹജമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വിനിമയ രീതി മാത്രമാണത്. അത് സത്യത്തിൽ ഇപ്പൊ രാഹുൽ നമ്മളിപ്പോ ഒരു അവസ്ഥ നോക്കുന്ന സമയത്ത് ഒരു റെഡ് ഹാർട്ട് അല്ലെങ്കിൽ വൈറ്റ് ഹാർട്ടാണ് അങ്ങോട്ട് അയച്ചിട്ടുള്ളത്. അതിന്റെ താഴെയുള്ള ചാറ്റുകളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോ ഈ സ്നേഹം എന്ന് പറയുന്നതും അല്ലെങ്കിൽ പ്രേമം എന്ന് പറയുന്നതും ആഗ്രഹം എന്ന് പറയുന്ന ആസക്തി എന്ന് പറയുന്നത് ഒക്കെ ഒരു വികാരമാണ്. ഓരോ മനുഷ്യന്റെ ഉള്ളിലുള്ള വികാരമാണ്. അത് മനുഷ്യ സഹജമാണ്. അല്ല, ഈ റെഡ് ഹാർട്ടും വൈറ്റ് ഹാർട്ടും ഒന്നും ഇല്ലാത്ത കാലത്ത് ഇവിടെ പ്രേമമൊക്കെ ഉണ്ടായിരുന്നു. ശാരദക്കുട്ടി ഇത് പറയുമ്പോൾ നമുക്ക് പറയാനുള്ള റെഡ് ഹാർട്ടും വൈറ്റ് ഹാർട്ടും ഒന്നും ഇല്ലാത്തപ്പോഴും ഇവിടെ വളരെ സംശുദ്ധമായ പ്രണയം ഉണ്ടായിരുന്നു. ലൈല മജ്നു ഉണ്ടായിരുന്നു, പിന്നെ ലീലയും രമണനും ഉണ്ടായിരുന്നു. അന്നും ഇവിടെ ശുദ്ധമായ പ്രണയം ഉണ്ടായിരുന്നു. അന്നും ഇവിടെ ഇത്തരത്തിൽ പിന്നെ എന്താ പറയുക അല്ലാത്ത കള്ളത്തരങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ വിഷയം എന്ന് പറയുന്ന ഒരു നിറം പിടിപ്പിച്ചതും എരിവുള്ളതും ആയതുകൊണ്ടാണ് ഇത്ര കണ്ട് ചർച്ച പോകുന്നത്. അത് ഇന്നലെ നമ്മൾ പറഞ്ഞു, എപ്പോഴും ഒരു ഹോട്ടായിട്ടുള്ള സാധനത്തിനോടാണ് ആളുകൾക്ക് താല്പര്യം ഉണ്ടാവുക. അതെ. പിന്നെ ഇത് വരുമ്പോഴത്തേക്ക് ആണുങ്ങളെ സംബന്ധിച്ച് ആ കുറ്റാരോപിതനായിരിക്കുന്ന വ്യക്തി മാത്രമാണ് കളങ്കിത വ്യക്തിത്വം. ബാക്കി എല്ലാ ആണുങ്ങളും ഭയങ്കര സംശുദ്ധന്മാരാണ്. ഇന്നലെ വരെ ഈ കേസിലൊക്കെ പെട്ടവരെല്ലാവരും ഒരു 100 വരെ പേര് നമുക്ക് ഇതിൽ പറയാനുണ്ടാവും. അവരെല്ലാം കളങ്കിതരല്ല, അവരൊക്കെ കുറ്റാരോപിതർ മാത്രമാണ്. ഇവിടെ രാഹുലിനെ സംബന്ധിച്ച് ആരോപണങ്ങൾ വന്നപ്പോൾ പോലും അദ്ദേഹം രാജിവെച്ച് പുറത്തിറങ്ങി നിൽക്കുന്നു.
ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആരോപണത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ട് രാഹുൽ ഭയപ്പെട്ടതാണ് ഇവിടെ വിഷയം ഉണ്ടായത്. അല്ല, അത് നമ്മളും പറഞ്ഞത് ഒരു കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല രാഹുൽ. അല്ല, രാഹുലിനെ സംബന്ധിച്ച് രാഹുലാണ് എന്ന് ആ പെൺകുട്ടി പറഞ്ഞില്ല. ഇന്നലെ ആ പറഞ്ഞ പെൺകുട്ടി റിനി എന്നല്ലേ പറയുന്നത്, റിനി എന്ന ആ പെൺകുട്ടി രാഹുലിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പേര് പറയാതെ പറയുമ്പോഴും ആ ആരോപണത്തിന്റെ നിഴല് വല്ലാതെ കണ്ട് രാഹുലിനെ ബാധിച്ചു. അതിൽ രാഹുൽ ഭയപ്പെട്ടാണ് രാഹുൽ രാജിവെച്ചത്. ശരിക്കും പറഞ്ഞാല് എന്റെ ഒരു സംശയം, ഇപ്പൊ രാഹുൽ മാങ്കൂട്ട അഹങ്കാരത്തോടെയാണ് മാധ്യമങ്ങളെ കണ്ടു എന്ന് മാധ്യമങ്ങൾ പറയുമ്പോഴും ഈ വിചാരണ മൊത്തത്തിൽ നടക്കുന്നത് മാധ്യമങ്ങളിലൂടെയല്ലേ? സത്യം അല്ലെ? ഒരു പോലീസ് കേസുണ്ടോ ഇയാൾക്കെതിരെ? ഒരു സ്ത്രീ പോലീസ് കേസ് കൊടുത്തിട്ടുണ്ടോ? ബാലാവകാശ കമ്മീഷൻ കേസ് അതുണ്ട്, ബാലാവകാശ കമ്മീഷനിലെ കേസ് അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ആ ഒരു സംശയം ഞാൻ ചോദിക്കുമ്പോഴേ മീര, എനിക്ക് ചോദിക്കാനുള്ള ഒരു സംഗതി, ഈ പറയുന്ന വേടൻ എന്ന് പറയുന്ന ഒരു റാപ്പർ, ഈ പറയുന്ന പാട്ടുകാരനെതിരെ ഇവിടെ പീഡനം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് പരാതി പോയിട്ട് ഈ വേടനെ ഈ നിമിഷം വരെ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഈ വേടനെ ഈ നിമിഷം വരെ ഒരു ചെറുവിരൽ ഇവിടുത്തെ ഇവിടെ എറണാകുളത്തെ കമ്മീഷണർ പറഞ്ഞ വേടനെ കണ്ടില്ലെന്ന ഏതോ പരാതി കൊടുത്ത പെൺകുട്ടി പറഞ്ഞ് അവൻ ഇന്നലെ കേക്ക് മുറിച്ച് അവന്റെ ജന്മദിനം ആഘോഷിച്ചാണ് വേടൻ. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള സംശയങ്ങൾ സ്വാഭാവികമായി ഉണ്ടായി പോകുന്നതല്ലേ? അല്ല, ഇതിലൊന്ന് മാധ്യമ വിചാരണ നമ്മൾ പറയാം വളരെ കൂടുതലാണ്. പിന്നീടുള്ള എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു രാഹുലിനെ സംബന്ധിച്ച് ഹണി ഭാസ്കർ എന്ന് പറയുന്ന എഴുത്തുകാരി പറയുന്നത് ഒരു മേന്മ പറയുന്ന ഒരു സ്വഭാവക്കാരനാണ്, അങ്ങനെയാണ് പറയുന്നത്. അത് ശാരദക്കുട്ടി പറയുന്നത് ഇങ്ങനെയാ: ഈ ബുദ്ധിയില്ലാത്ത പെണ്ണുങ്ങൾ എൻ്റെ പിന്നാലെ ഇങ്ങനെ എൻ്റെ കാര്യം കാണുന്നത് വരെ ഇഴഞ്ഞോളും എന്ന ലിംഗഗർവിന് തിരിച്ചടി കിട്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാലം കുറെ ആയല്ലോ, എന്നിട്ടും ഈ ഓന്തുകൾ ഇപ്പോഴും തങ്ങൾ ദിനോസറിന്റെ പിന്മുറക്കാരെന്ന ഗർവിൽ ഘണ്ടമുഴ വിറപ്പിച്ച് ചോര കുടിക്കാൻ നടക്കുകയാണ്. ചുണയുള്ളവർ എറിയുന്ന കല്ലുകൾ എടുത്ത് കിരീടമായി കരുതി ശിരസിൽ അണിയുന്നു. കോഴിത്തൂവൽ തലപ്പാവിലേന്തുന്നു. മാധ്യമങ്ങളോട് കുശലം പറയുന്ന മട്ടിൽ നാണമില്ലാതെ സംസാരിക്കുന്നു. അത് രാഹുൽ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളൊരു സാധനം തന്നെയാണ്. രാഹുൽ ചോദിക്കുന്ന പരാതി ഉണ്ടോ, പരാതി കൊടുക്കട്ടെ, നിയമപരമായി പോകാം എന്നൊക്കെ രാഹുൽ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണ് പറയുന്നത്. അല്ല, നമ്മൾ ഈ പ്രശസ്തരായ വ്യക്തികളുടെ കാര്യം പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഹണി റോസ് എന്ന് പറയുന്ന നടിയെ ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ പിടിച്ച് ഡാൻസ് കളിക്കുക വരെ ഉണ്ടായി. അവരുടെ ശരീരഭംഗിയെ കുറിച്ച് വരെ അദ്ദേഹം ബോഡി ഷെയ്മിങ് വരെ നടത്തി. എന്നിട്ട് ആ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഈ നടി കൊടുത്ത പരാതിയിൽ കൊടും ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ പോലീസ് പോയി അറസ്റ്റ് ചെയ്ത രംഗം നമുക്ക് ഓർമ്മയുണ്ട് അല്ലെ? അങ്ങനെയൊക്കെ ഇവിടെ ചെയ്തതല്ലേ അല്ലെ? ഇതിപ്പോ ഈ പറയുന്ന MLA-ക്കെതിരെ ഒരു പരാതി മാത്രം, ഇങ്ങനെ മാധ്യമങ്ങളിൽ ഒരു പരാതി മാത്രമേ വന്നിട്ടുള്ളൂ. മാധ്യമങ്ങളുടെ അടുത്താണ് ഇപ്പോഴും തെളിവുകളെല്ലാം ഉള്ളത്. എന്നിട്ട് അതിനെതിരെ ഒരു കേസ് എടുക്കാനോ, അല്ല കേസ് എടുക്കാനെന്നല്ല, ഒരു കേസ് വന്നതായിട്ട് വന്നിട്ടില്ലല്ലോ. അപ്പൊ പറയും അദ്ദേഹം ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട്, അറിയപ്പെടുന്ന വ്യക്തി ആയതുകൊണ്ടും ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഭയപ്പെടുന്നു എന്നാണ്. ഈ പറഞ്ഞ പെൺകുട്ടികൾ ഭയമുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെ ഭയപ്പെടുന്നു അവരും പറയുന്നുണ്ട്, ഭയമുണ്ട് എന്നുണ്ടെങ്കിൽ അല്ല, ഇത് പറയുന്ന ഒരാളോട് സ്വാഭാവികം. ഇപ്പൊ ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കില്ലേ? സ്വാഭാവികമായിട്ട് ചോദിക്കും, ആരാ പറഞ്ഞത്? ഈ ചോദ്യം പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയാൻ വരുന്ന ആളുകളും ഈ ആരോപണം പറയുന്നവര്, പുരുഷനെതിരെ പറയുന്ന ആരോപണം പറയുന്ന ഒരു സ്ത്രീകളും അവരിത് തെളിയിക്കാൻ വരില്ല, ഈ പുരുഷന് തെളിയിക്കേണ്ടി വരും. അതാണ് ഇതിനകത്ത് വേറൊരു വസ്തുത. പക്ഷെ രാഹുൽ ഇപ്പോഴും, അതാണ് നമ്മുടെ ഇവിടുത്തെ നിയമവ്യവസ്ഥ. അല്ല, രാഹുലിനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ചാറ്റ് ചെയ്യുന്നത് വാനിഷ് ചെയ്ത് പോവാം. ചാറ്റ് ഇന്നത്തെ ചെറുപ്പക്കാരുടെ, ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ നേരത്തെ ഈ പറഞ്ഞ ശാരദക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ പോലെ റെഡ് ഹാർട്ടും വൈറ്റ് ഹാർട്ടിന്റെയും കാലമാണ് ഇന്നത്തെ ചെറുപ്പക്കാർ. അങ്ങനെ റെഡ് ഹാർട്ടും ഹഗ്ഗും അല്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു സാധനം, ഒരു ഫോട്ടോ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹാർട്ട് അയക്കും, നമ്മളല്ലെങ്കിൽ ഹഗ് അയക്കും എന്ന് കരുതി അതിനെ വികാരമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അല്ല, ഇതിനകത്ത് നമ്മുടെ ഈ സംസാരം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു വിരൽ ആ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ചൂണ്ടുമ്പോൾ ബാക്കി വിരൽ എങ്ങോട്ടാ വരുന്നത് മാത്രമേ ഈ ആരോപണം ഉന്നയിക്കുന്നവർ ചിന്തിക്കുക. അത് ബൈ പൊളിറ്റിക്കലി CPM-നോട് സത്യം തെളിയും. അതെ, എന്നായാലും ഈ ആരോപണം വിധേയനായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ ആ സത്യം പുറത്തു പറയും. പിന്നെ രണ്ടാമത് ഒരു കാര്യം കൂടെ നമുക്ക് പറയാം. ഈ പറയുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ട് ഇന്നലെ ഈ പറയുന്ന ഒരു ആരോപണം ഉന്നയിച്ചു. 3 വർഷങ്ങൾക്ക് ശേഷമാണ്, എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ആരോപണങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത് അല്ലെ? അപ്പോൾ ഈ ഒലക്കയിലെ ഗർഭം എന്ന് പറയുന്നത് ഇപ്പോഴാണോ പുറത്തു വരുന്നത്? അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. ഒലക്ക വിഴിഞ്ഞ ഗർഭം എന്നൊരു പുരാണത്തിലൊരു കഥയുണ്ട്. ഈ കൃഷ്ണന്റെ യദുകുലം നശിച്ചു പോകുന്നത് അങ്ങനെയാണ്. ഈ ഒലക്ക ആണ് പിന്നെ ആ യദുകുലത്തിന്റെ നാശത്തിലേക്ക് പോകുന്നത്. ആ ഒലക്കയെ എത്രയോ ചീളാറ്റി ചെത്തിക്കളയുക ചെയ്യുന്നത്. ആ
ഒലക്ക വിഴുങ്ങിയ ഗർഭം എന്ന് പറയുന്ന പോലെ കോൺഗ്രസ് പാർട്ടിക്ക് ഈ പറയുന്ന രീതിയിൽ അതിന്റെ ഒരു അന്ത്യം ഉണ്ടാകത്തക്ക രീതിയിലാണ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആരോ ഇതിനകത്ത് കൂടെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. കാര്യം കോൺഗ്രസിലെ പല നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമുള്ള മഹദിയാണ് ഈ കുറ്റം ആരോപിച്ചതെന്നുള്ളത് നമുക്കിതിന്റെ ഒരു ചുരുക്കെഴുത്തായിട്ട് തന്നെ പറയാം. എതിർ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ട്, അതും നമ്മൾ എടുത്തു പറഞ്ഞു. അവരുടെ കുടുംബം എന്ന് പറയുന്നത് CPM അനുഭാവികളാണ്. പിന്നീട് വന്നിട്ടുള്ളത് അവന്തിക എന്ന് പറയുന്ന ആരോപണം ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളവര് BJP പ്രസ്ഥാനത്തിനോടൊപ്പം ഉള്ളവരാണ്. അപ്പം ഇതിലൊരു വൻ രാഷ്ട്രീയ ഗൂഢാലോചനയും നടന്നിട്ടില്ല എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല.